ക്രിസ്തുവിനെ നോക്കി, ക്രിസ്ത്യാനികളെ നോക്കി ലോകം പേടിച്ച ദിവസമാണെന്ന്. മരിച്ചവനല്ല, ഉദ്ധാനം ചെയ്തവനാണ് ഞങ്ങളുടെ ദൈവമെന്ന് ക്രിസ്ത്യാനികൾ അഭിമാനത്തോടെ പറയാൻ തക്ക വിധത്തിൽ ഈ രാത്രി ഏറ്റവും മനോഹരമാണ്. കാരണം നമ്മുടെ കർത്താവ് ഈശോ മിശിഹ ജയഘോഷത്തോടെ ഉയർത്തെഴുന്നേറ്റു. എല്ലാവർക്കും കർത്താവിൻ്റെ പുനരുത്ഥാന തിരുനാളിൻ്റെ മംഗളാശംസകൾ ഏറെ സ്നേഹപൂർവ്വം നേരുന്നു. നമ്മളെല്ലാവരും സെമിത്തേരിയിൽ പോയിട്ടുണ്ടാകും. പോയിട്ടില്ലെങ്കിൽ പോകണം. സഹന ആത്മാക്കളുടെ തിരുനാളിന് നമ്മളെല്ലാവരും നിർബന്ധപൂർവ്വം പോകാറുണ്ടല്ലോ. നമ്മളെല്ലാവരും ഒരിക്കൽ എത്തിച്ചേരേണ്ട ഒരിടമാണതെന്ന് തികഞ്ഞ ബോധ്യമുള്ളതുകൊണ്ട് എല്ലാവരും സെമിത്തേരിയവും ധ്യാനിക്കുന്നത് നല്ലതാണ്. ഏത് കല്ലറയ്ക്ക് മുകളിലും എഴുതി വച്ചിട്ടുണ്ടാകും ആരാണ് ഈ കല്ലറയ്ക്കുള്ളിൽ കിടക്കുന്നതെന്നും എപ്പോൾ മരിച്ചുവെന്നും എപ്പോൾ ജനിച്ചുവെന്നും എല്ലാം വളരെ വ്യക്തമാണ്. മഹാനായ നെപ്പോളിയൻ ചക്രവർത്തിയുടെ കല്ലറയ്ക്ക് മുകളിൽ എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ദാസേൻ, അതായത് ഇവിടെയുണ്ട്. നിങ്ങൾ ഏത് മനുഷ്യനെയാണോ അന്വേഷിച്ചു വന്നത് അയാൾ ഇവിടെയുണ്ട്. ഇത് നെപ്പോളിയൻ ചക്രവർത്തിയുടെ മാത്രം കല്ലറയുടെ പ്രത്യേകതയല്ല, എല്ലാ കല്ലറയുടെയും പ്രത്യേകത ഇത് തന്നെയാണ്. നിങ്ങൾ ആരെയാണോ അന്വേഷിച്ചു വരുന്നത് അയാളുടെ പേരും അയാളുടെ ജനനവും മരണവും അയാളുടെ പ്രധാനപ്പെട്ട എല്ലാ രേഖകളും ആ കല്ലറയ്ക്ക് മുകളിൽ എഴുതി വയ്ക്കും. അയാൾ ഇവിടെയുണ്ട്, എവിടെയും പോയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ കാണാൻ ആഗ്രഹിച്ച ആളെ നിങ്ങളിവിടെ തേടി വന്നാൽ മതി. പക്ഷേ ചരിത്രത്തിലാദ്യമായിട്ട് ഒരു കല്ലറയ്ക്ക് മുകളിൽ മാത്രം എഴുതി വെച്ചു, നിങ്ങൾ അന്വേഷിച്ചയാൾ ഇവിടെയില്ല. അതാണ് ക്രിസ്തുവിൻ്റെ കല്ലറയുടെ പ്രത്യേകത. നിങ്ങൾ ആരെ അന്വേഷിച്ചാണോ ഇവിടെ വന്നത് അയാൾ ഇവിടെയില്ല, അയാൾ ഉയർത്തെഴുന്നേറ്റു. പ്രിയമുള്ളവരെ, അതാണ് ക്രിസ്തുവിൻ്റെ കല്ലറയുടെ ഒരു പ്രത്യേകത. ഒരു കല്ലറയ്ക്കും സംസ്കരിക്കാൻ കഴിയാത്ത വിധം, ഒരു കല്ലറയ്ക്കും തടുക്കാൻ കഴിയാത്ത വിധം ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് ഈ തിരുനാളിൻ്റെ ഈ ദിവസത്തിൻ്റെയും ഏറ്റവും വലിയ പ്രത്യേകത. യേശുവിൻ്റെ മരണശേഷം ഒരു സംഭവമുണ്ടായി. പീലാത്തോസിനോടായി ചിലർ ചെന്ന് ചോദിച്ചു, അവൻ്റെ കല്ലറയ്ക്ക് മുമ്പിൽ നിങ്ങൾ ആളെ ഏർപ്പെടുത്തണം കാവലിനായി, കാരണം അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. യേശുവിനെ കേട്ടവർ 2 കൂട്ടരാണ്. ഒന്ന്, അവൻ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്നവരും അവൻ്റെ പിന്നാലെ നടന്നതുമായ ജനക്കൂട്ടം. 2, അവനെ വെറുത്തിരുന്നവരും അവൻ്റെ വാക്കുകളിൽ കുറ്റം കണ്ടുപിടിച്ചവരുമായ യഹൂദരും ഫരിസേയരും. ഇങ്ങനെ 2 കൂട്ടരും അവൻ്റെ എല്ലാ വാക്കുകളും കേട്ടിട്ടുണ്ട്. പക്ഷേ ചില യഹൂദർ ചെന്ന് പീലാത്തോസിനോട് അവൻ മരിച്ച ശേഷം പോയി പറഞ്ഞു, അവൻ്റെ കല്ലറയ്ക്ക് മുമ്പിൽ ആളെ ഏർപ്പെടുത്തണം, കാരണം അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതേ വാക്ക് ശിഷ്യന്മാരും കേട്ടിട്ടുണ്ട്. ഇതേ വാക്ക് അവൻ്റെ പിന്നാലെ നടന്ന വലിയൊരു ജനക്കൂട്ടവും കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ കൂടെ നടന്ന സ്നേഹിച്ചവർ അത് വിശ്വസിച്ചില്ല. പക്ഷേ കുറ്റം കണ്ടുപിടിക്കാൻ നടന്നവർക്ക് വളരെ കൃത്യമായിട്ടറിയാം, അവൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും. അതാണ് ക്രിസ്തുവിൻ്റെ വാക്കിനെ ശത്രുക്കൾ പോലും കണ്ട ഗൗരവം. അവൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും. 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കും. അങ്ങനെ ചരിത്രത്തിലാദ്യമായി മരിച്ചവൻ്റെ കല്ലറയ്ക്ക് മുമ്പിൽ മനുഷ്യർ കാവലേർപ്പെടുത്തി. അങ്ങനെ അവൻ്റെ ഉദ്ധാരത്തെ തടയാമെന്ന് അവർ വെറുതെ ഒന്ന് നനച്ചു. ആ നനച്ച അവസരത്തിലാണ് ക്രിസ്തു 3-ാം നാൾ പറഞ്ഞതുപോലെ പറഞ്ഞ സമയത്ത് ഉയർത്തെഴുന്നേറ്റത്. പ്രിയമുള്ളവരെ, ഈ തിരുനാളിൻ്റെ ഏറ്റവും വലിയ അന്തസത്തയും ഈ തിരുനാളിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യവും ഇതുതന്നെയാണ്. കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞതുപോലെ ചെയ്യും. ഈ ഒരു വിശ്വാസമാണ് ഈ തിരുനാളിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അവൻ നമുക്ക് നൽകിയ വാഗ്ദാനങ്ങൾ, അവൻ്റെ വാക്കുകൾ, അവൻ്റെ ശരികൾ, അതെല്ലാം കൃത്യമായി കാലത്തിൻ്റെ തികവിൽ സംഭവിക്കും. എല്ലാം അവസാനിച്ചുവെന്ന് മനുഷ്യർ പറയുന്നിടത്ത് ദൈവം തൻ്റെ പ്രവർത്തനം ആരംഭിക്കും. മനുഷ്യൻ്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെടുന്നിടത്ത് ദൈവത്തിലുള്ള പ്രത്യാശ ആരംഭിക്കുന്നു. അതാണ് ഈ തിരുനാളിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ. അങ്ങനെ ഈ തിരുനാൾ നമുക്കൊരു സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെയും രാത്രിയാകട്ടെ. ഈ ഒരു നാൾ നമ്മൾ കാത്തിരുന്ന ഒരു നാളെന്നതിനേക്കാളുപരി നമ്മുടെ ജീവിതത്തിന് പ്രത്യാശ നൽകുന്ന ഒരു നാളായി മാറട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വിജയഗീതം പാടൂ, എന്നും മഹിമയീശനായി. ഉയിരിനൊളിയായി ഉയർപ്പിൻ വിളിയായി വിജയഗീതം പാടൂ, എന്നും മഹിമയീശനായി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മോദമണിഞ്ഞൊരു താഴ്വരയിൽ വെള്ളി വെളിച്ചം
വിജയഗീതം